ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൺമണി മലയാളം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും പോകാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ പേരെന്ന് പറയുന്നത് iGift എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷന് ഏകദേശം പ്ലേ സ്റ്റോർ 4.7 റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നല്ലൊരു റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. എന്താ വെച്ചാൽ പ്രൂഫും കാര്യങ്ങളും മറ്റ് പലരുടെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് മുമ്പായിട്ടുള്ള യൂസിങ് തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻസ്റ്റാൾ ചെയ്ത് ജോയിൻ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ജിമെയിൽ വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിലിവിടെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഇൻപുട്ട് റെഫറൽ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കണ്ട് നമ്മുടെ റെഫറൽ കോഡായിട്ടുള്ള 121212, അതായത് 12 12 12 എന്നുള്ളത് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 കോയിന് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡെയിലി ബോണസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് 50 പോയിന്റ് ആഡ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് 800 പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡെയിലി ബോണസ് 50 പോയിന്റ് വെച്ച് ലഭിക്കുന്നുണ്ട്. പിന്നെ സ്പിൻ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിക്കൽ ഒരു സ്പിന്ന് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ നമുക്ക് ഇവിടെ കുറേ നമ്പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്പിന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ സ്പിന്ന് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒരു എമൗണ്ട് ലഭിക്കും. അപ്പോൾ അത് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 27 കോയിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കാം വേറൊരു സ്പിന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്പിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് സ്പിന്ന് ചെയ്തുകൊണ്ട് ഡെയിലി ബോണസ് എന്ന് പറയുന്നത് 50 കോയിൻ ഉണ്ട്. പിന്നെ നിങ്ങൾ റെഫറൽ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 കോയിനുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ ഇത് അപ്പോൾ 27 കിട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മുടെ ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട് 836 ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് സ്പിന്ന് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ടാസ്ക് ഓഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ടാസ്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും സർവേ ചെയ്യേണ്ടതായിട്ടുള്ളതാണ് ഇത് വരുന്നത്. ഇതൊന്നും കാര്യമായിട്ട് എമൗണ്ട് ലഭിക്കാറില്ല. നമ്മളത് സമയം വേസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ്. എനിക്കിതുവരെ ഇങ്ങനത്തെ ആപ്ലിക്കേഷനിൽ നിന്ന് ഇങ്ങനെ ടാസ്ക് ഓഫർ ചെയ്തിട്ടോ സർവേ ചെയ്തിട്ടൊന്നും വലിയൊരു എമൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ലക്കി ലിഫാഫ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇത് ഓരോ മണിക്കൂറിൽ 1 മണി 2 മണി 3 മണി എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആയിക്കൊണ്ടുള്ള സമയത്താണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലൈം നൗ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 100 കോയിന് ലഭിക്കും. അത് നമ്മളിപ്പോൾ 11 മണിക്ക് ആ സമയത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതൊരു ലക്കി ചാൻസ് മാത്രമാണ്. പിന്നെ വാച്ച് ആൻഡ് ഏൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ അവൈലബിൾ ആയിട്ട് വരും, അല്ലെങ്കിൽ ഒരു ആഡ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. ആ ആഡ് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഒരു ആഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആഡ് ഓക്കെയാണ്. നമുക്കിനി ബാക്ക് അടിച്ചു. അപ്പോൾ നമുക്ക് 1346 ആയിട്ടുണ്ട്. ഒരു പക്ഷേ അത് ഞാനിപ്പോൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കയറിയ കോയിനേക്കാരം. നമുക്ക് ഒരു വീഡിയോ കാണുന്നതിന് എനിക്ക് തോന്നുന്നത് 10 കോയിനായിട്ട് ലഭിക്കുന്നുള്ളതാണ്. നമുക്കിപ്പോൾ 800 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വീഡിയോ ചെയ്യേണ്ട മുമ്പ് തന്നെ മറ്റുള്ള ഗ്രൂപ്പുകളിലും കാര്യത്തിലെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതായിരിക്കാം 1346 ആയിരിക്കുന്നു ഇപ്പോൾ കോയിന്. പിന്നെ നമുക്ക് ഇൻവൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ആയിരിക്കും നിങ്ങളുടെ റെഫറൽ കോഡായിട്ട് വരുന്നത്. ഞാനതൊരു ഫാൻസി നമ്പറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ റെഫറൽ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ച് നിങ്ങളുടെ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് 250 കിട്ടും, നിങ്ങളുടെ ഫ്രണ്ടിനും 250 കോയിനുകൾ കിട്ടും. പിന്നെ നമുക്ക് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 1346 കോയിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിഡീം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതായത് പേടിഎം, അതുപോലെ പബ്ജി, ഫ്രീ ഫയർ എന്നീ 3 കാറ്റഗറീസ് ആണ് ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പേടിഎം എന്ന് പറയുന്നത് 2000 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് 10 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 5000 കോയിൻ എന്ന് പറയുന്നത് 25 രൂപയും പിന്നെ 10,000 കോയിൻ എന്ന് പറയുന്നത് 50 രൂപ ആയിട്ടാണ് പേടിഎമ്മിൻ്റെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 6000 കോയിൻ ഉണ്ടെങ്കിൽ 35 UC. അതല്ല, പിന്നെ UCൻ്റെ കാര്യങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രീ ഫയറിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2000 കോയിൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് റിഡീം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് യൂസിങ് തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് 1346 ആയിട്ടുള്ളൂ.
എന്നുള്ള രീതിയിൽ. അപ്പോൾ പേയ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ്. വേറൊരാളെ പ്രൂഫും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അഡ്മിന് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫ്രണ്ടിന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.